അടുത്ത മുറിയിൽ നിന്നും കേൾക്കുന്ന നേർത്ത ശബ്ദം തന്നെ വല്ലാതെ അലട്ടുന്നത് ജാനകി അറിയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് മകൻ അടുത്ത മുറിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സങ്കടത്തിൻ്റെ ആഴം അതോർക്കെ അവർക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഒരു ലോഡിംഗ് തൊഴിലാളിയായിരുന്ന അദ്ദേഹം ഒരിക്കലും ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിരുന്നില്ല. രാത്രി ക്ഷീണിച്ചു വരുന്ന അദ്ദേഹം അത് വകവയ്ക്കാതെ തന്നെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ താനും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കാൻ. പക്ഷേ ഭാര്യ എന്നതിലുപരി എപ്പോഴും തന്നിൽ നിറഞ്ഞു നിന്നിരുന്നത് അമ്മ എന്നുള്ള പദവി ആയതുകൊണ്ടാകാം അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ നിരാശപ്പെടുത്തിയത്. അന്നത്തെ തൻ്റെ പ്രായമാണ് തൻ്റെ മകനിന്ന്. പക്ഷെ അമ്മ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെയുള്ള രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങൾ കേൾക്കുമ്പോൾ താൻ അദ്ദേഹത്തോട് പണ്ട് ചെയ്തത് തെറ്റാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ആ തിരിച്ചറിവുകൾ കൊണ്ട് തനിക്കിന്ന് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെയില്ല എന്നറിയാം. പക്ഷെ അവരുടെ മുറിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഞരക്കങ്ങളും നിശ്വാസങ്ങളും കേൾക്കെ തൻ്റെ മനസ്സും കൈവിട്ടു പോകുന്നെന്നറിഞ്ഞവർ ആകെ വല്ലാതെയായി. ഉയർന്നു വരുന്ന തൻ്റെ ശരീരത്തിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ അവർ ധരിച്ചിരുന്ന മാക്സി തലവഴി അഴിച്ചു മാറ്റിക്കൊണ്ട് അല്പസമയം കണ്ണടച്ചു കിടന്നു. അല്പം മുമ്പ് കിടക്കാൻ നേരം ദേഹം കഴുകിയതുകൊണ്ട് തന്നെ അവരുടെ ദേഹത്ത് നേർത്ത തണുപ്പും ചന്ദ്രിക സോപ്പിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ മറികടന്നുകൊണ്ട് തന്നിൽ പടരുന്ന ചൂട് അവരെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. കട്ടിലിൻ്റെ നേർത്ത ഞരക്കം കേട്ടതും അവർ വീണ്ടും അടുത്ത മുറിയിലേക്ക് ചെവിയോർത്തുകൊണ്ട് ദേഹത്ത് പലയിടത്തും തൻ്റെ കൈകളാൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തിൽ വർഷങ്ങളായുള്ള ആഗ്രഹങ്ങളെല്ലാം കെട്ടടങ്ങിയതും അവർ ആശ്വാസത്തോടെ കണ്ണടച്ചു കിടന്നു. ചേച്ചി, എന്തായി പറയുന്നത്? മകനും മരുമകളും ചെയ്യുന്നത് ഓർത്തുകൊണ്ട് ഛേ, നാണമില്ലേ നിങ്ങൾക്ക്? ജയേ, ഞാൻ വേണോ എന്ന് വെച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. അറിയാൻ ചെയ്തത് തെറ്റാണെന്ന്. അടുത്ത മുറിയിൽ കിടക്കുന്നത് തൻ്റെ മകനും മരുമകളും ആണെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടല്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. പ്രായം ചെല്ലുന്തോറും ഓരോരോ ആഗ്രഹങ്ങൾ വല്ലാതെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരിക്കുമ്പോൾ തൻ്റെ മകൻ ഏതാണ്ട് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പലരും പറഞ്ഞതാ മറ്റൊരു വിവാഹം കഴിക്കാൻ. എന്നാൽ എന്തുകൊണ്ടോ അന്ന് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും മകനെ വളർത്തി നല്ലൊരു നിലയിലെത്തിക്കണം, അത് മാത്രമായിരുന്നു തൻ്റെ ഏക ലക്ഷ്യം. അതെന്തായാലും നടന്നു. അപ്പം പിന്നെ ഈ 50-ാം വയസ്സിൽ ഈ തള്ളയ്ക്ക് ഇതെന്തിൻ്റെ കേടാണെന്ന് പലരും ചിന്തിച്ചേക്കാം. മക്കൾക്ക് വേണ്ടി എത്ര തന്നെ ജീവിച്ചാലും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിൽ മനഃപൂർവ്വം അല്ലെങ്കിലും അവർ പലപ്പോഴും നമ്മളെ മറക്കും. അവർ മാത്രമല്ല, ഒരു കാലത്ത് നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ മാതാപിതാക്കളോടും കാണിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അടുത്തിരുന്ന ജയയെ നോക്കി. കെട്ടിക്കേറി വന്ന അന്നു മുതൽ എന്തിനും ഏതിനും ജാനകിക്ക് ആകെയുള്ള കൂട്ടാണ് ജയ. അയൽക്കാർ എന്നതിലുപരി സുഹൃത്തെന്നോ കൂടെപ്പിറപ്പെന്നോ പറയാൻ പറ്റുന്ന ബന്ധം. ഇപ്പോഴുള്ള തൻ്റെ അവസ്ഥ മറ്റാരോട് പറഞ്ഞാലും അവർക്കെല്ലാം ഇതേ അഭിപ്രായം തന്നെയാവൂ എന്നറിയാവുന്നതുകൊണ്ട് ജാനകി പതിയെ നെടുവീർപ്പിട്ടു. നിനക്കറിയാലോ ഞാനും മായയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും ചേച്ചിയോട് ചോദിക്കണമെന്ന് കരുതിയിരുന്നതാ. മായ അവളൊരു നല്ല കുട്ടിയല്ലേ? വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും, വീട് നന്നായി നോക്കും. അവനെയും നിങ്ങളെ എല്ലാവരെയും അവൾ ഒരു കുറവും ഇല്ലാതെ നോക്കുന്നില്ലേ? പിന്നെന്തിനാ അവളോടിങ്ങനെ വഴക്കിടുന്നത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളായി കണ്ടുപിടിച്ച് മോന് കെട്ടിച്ചു കൊടുത്ത പെണ്ണല്ലേ അവള്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾ ആരോടെങ്കിലും ഒന്നങ്ങോട്ട് മാറി നിൽക്കുന്ന ദേഷ്യത്തോടെ പറയുന്നത് പോലും. ഒരു കണക്കിന് പറഞ്ഞാൽ അവളെ കിട്ടിയതിന് ചേച്ചി ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. അത്ര പാവോ ആ കുട്ടി. TV ചാനൽ മാറ്റിക്കൊണ്ട് അവർ ജാനകിയെ നോക്കി പറഞ്ഞു. പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരിക്കുന്നവരെ കണ്ടതും കാര്യം മനസ്സിലാവാതെ അവരെ തുറിച്ചു നോക്കി. അത് പിന്നെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അവളോടെനിക്ക് വഴക്കോ ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നുമില്ല. അവളോടെനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എവിടെ പോയി വന്നാലും അവൾ വീട്ടിലില്ലെങ്കിൽ, അവളെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന സങ്കടം എത്രത്തോളം ഉണ്ടാവുമെന്നറിയാമോ? നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നവരെ കണ്ടതും ജയ കാര്യം മനസ്സിലാകാതെ അവരെ തുറിച്ചു നോക്കി. പിന്നെ എന്തിനാ ചേച്ചി അവളോടിങ്ങനെ വഴക്കിടുന്നത്? അത് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്ന് ചേച്ചി സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞാലല്ലേ അറിയൂ ഞാൻ മനസ്സിലാക്കോ ഇല്ലയോ എന്ന്. ഒന്ന് തളർന്നു പോയാൽ ചായാൻ ഒരു തോളില്ലാതാകുമ്പോഴേ അതിൻ്റെ വിഷമം മനസ്സിലാവും. അത് മായയോട് വഴക്കിടുന്നതും തമ്മിൽ എന്താ ബന്ധം? ഈ കാലത്തിനിടെ
ശരീരത്തിനും മനസ്സിനും ഒരുപാട് മുറിവുകളേറ്റിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ മുന്നിൽ ഒരുപാട് ലക്ഷ്യമുണ്ടായിരുന്നു, എൻ്റെ മോനെ നന്നായി വളർത്തണമെന്ന്. എന്നാൽ ഇന്ന് അവൻ്റേതായ ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ തളർന്നു പോയി. ഒന്ന് ചേർന്നിരിക്കാനോ സ്വന്തം എന്ന് പറയാനോ ആരുമില്ലാത്ത അവസ്ഥ. അതെന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആ പാവം കുട്ടിയുടെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ടാണ്. എനിക്കറിയാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷേ അറിയാതെ ചെയ്തു പോകുന്നതാ. അവൾക്കൊരു ചെറിയ വേദന വന്നാൽ പോലും അവനത് സഹിക്കില്ല. അവൻ കൂടെ ഇരുന്നു കൊണ്ട് അവളെ പരിഗണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പൊട്ടിവന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ടവർ ജയയുടെ ചുമലിലേക്ക് ചാഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, ആരെയൊക്കെ എത്ര കണ്ട് സ്നേഹിച്ചാലും ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ തനിച്ചാവും. അതിനാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് പോലെയാ നമ്മുടെ ജീവിതം. പലരും കൂടെയുള്ളപ്പോൾ നമുക്കവരുടെ വില മനസ്സിലാവില്ല. ഭർത്താവിനോട് നിങ്ങളെക്കാൾ വലുത് എനിക്കെൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ പുഞ്ചിരിയോടെ അദ്ദേഹം അത് അംഗീകരിക്കും. പക്ഷേ നിങ്ങളെക്കാൾ ഇഷ്ടം എനിക്ക് നിങ്ങളുടെ അച്ഛനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതൽ അവർ കരച്ചിലും ബഹളവും തുടങ്ങും. വർഷങ്ങൾ പോകുന്തോറും അവർ നമ്മളുമായി ഒരു അകലം വെച്ച് തുടങ്ങും. അതവരുടെ കുറ്റമല്ല, സ്വാഭാവികമായും വരുന്ന ഒരു കാര്യമാണ്. അവസാനം അവർ അവരുടെ ജീവിതം നോക്കി പോകുമ്പോൾ നമ്മൾ വെറും കറിവേപ്പില ആവുകയും ചെയ്യും. പക്ഷെ അപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളോടുള്ള ഇഷ്ടം ഒട്ടും കുറയാതെ നമുക്കൊപ്പം നമ്മുടെ ഭർത്താവേ കാണൂ. ഒരിക്കലും മക്കളെ സ്നേഹിക്കരുത് എന്നല്ല, അന്ധമായി സ്നേഹിക്കരുത് എന്നേ പറയുന്നുള്ളൂ. മക്കളെ സ്നേഹിക്കുമ്പോൾ നമുക്കൊപ്പം എന്തിനും ഏതിനും തണലായി ഒപ്പം നിൽക്കുന്ന ആളെ മറക്കരുത് ചേച്ചി. കാരണം ഇന്നത്തെ മക്കളാണ് നാളത്തെ ഭാര്യയും ഭർത്താവും ഒക്കെ. അവർ പറഞ്ഞത് സത്യമാണ് എന്ന് തലകുലുക്കി സമ്മതിച്ചുകൊണ്ടവർ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി. ജാനകി, മോൻ അപ്പുറത്തെ മുറിയിലല്ലേടി, ഇന്നെങ്കിലും എന്നെ ഒന്ന് സമ്മതിക്കടി. ദേ മനുഷ്യ, മിണ്ടാതിരുന്നേ. മോനെങ്ങാനും കേട്ടാ നാണക്കേടാവും. എൻ്റെ ഭാര്യയെ ഞാൻ തൊടുന്നതിൽ എന്താടി നാണക്കേട്? ഒന്നും മിണ്ടാതെ ഉറങ്ങാൻ നോക്കിക്കേ. മനുഷ്യൻ, നിങ്ങൾ പാതിരാത്രയ്ക്കാ അങ്ങേരുടെ ഒരു സ്നേഹപ്രകടനം. അല്പം ബലമായി അയാളെ തള്ളി മാറ്റിക്കൊണ്ടവർ തിരിഞ്ഞു കിടന്നു. ആയിക്കോട്ടെ, നാളെ ഞാൻ ഇല്ലാതായാലേ നിനക്കിതിൻ്റെയൊക്കെ വില മനസ്സിലാവൂ. നീ ഇപ്പോൾ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന മോനില്ലേ, അവന് നിന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അന്നേ നിനക്ക് എൻ്റെ വില മനസ്സിലാകൂ. നോക്കിക്കോ. ദേ, നിങ്ങൾ വേണ്ടാത്ത ഒന്നും പറയാതെ കിടക്കാൻ നോക്കിക്കേ. പുതുപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു കിടക്കുന്ന ഭർത്താവിനെ ഓർക്കെ അവരുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ തനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്നത് തനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ടവർ കണ്ണു തുടച്ചു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞാലോ എന്നൊക്കെയുള്ള പേടികൾ കൊണ്ട് മാറ്റിവെച്ചാൽ പിന്നീട് അതൊരു കാലത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ സന്തോഷം മാത്രമല്ല, നമ്മളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരുടെ സന്തോഷങ്ങൾക്ക് കൂടെ നമ്മൾ വില നൽകണം എന്നോർത്തുകൊണ്ടവർ പതിയെ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.